നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പത്തനംതിട്ട കലഞ്ഞൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. ശിവകാശി സ്വദേശികളായ സുന്ദർ രാജ്, മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് അനധികൃതമായി കുടിയേറി. ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികൾ ചവറയിൽ അറസ്റ്റിൽ. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ട്രോളിംഗ് നിരോധനത്തിന് മുന്നൊരുക്കമായി. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ ട്രോളിംഗ് നിരോധന കാലത്ത് ഏകോപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ട കലഞ്ഞൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. തമിഴ്നാട് ശിവകാശി സ്വദേശികളായ സുന്ദർ രാജ്, മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് ലോറിയും കാറും കൂട്ടിയിടിച്ച് അച്ഛനും മകളുമടക്കം 2 പേർ മരിച്ചത്. തമിഴ്നാട് ശിവകാശി സ്വദേശികളായ 60-കാരൻ സുന്ദർ രാജ്, 32-കാരി ജനനി എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 2:30 പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ശിവകാശിയിൽ നിന്ന് ആലുവയിലേക്ക് പോയ കുടുംബം സഞ്ചരിക്കുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ലോറി സമീപത്തെ തോട്ടിലേക്ക് തലകീഴായി മറിയുകയും ചെയ്തു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ പത്തനാപുരത്തെയും സമീപത്തെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ട്രോളിംഗ് നിരോധനത്തിന് മുന്നൊരുക്കമായി. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ ട്രോളിംഗ് നിരോധന കാലത്ത് ഏകോപിപ്പിക്കുന്നതിനായി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 9-ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കും. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന ട്രോളിംഗ് നിരോധനത്തിനാണ് ജില്ലയിൽ മുന്നൊരുക്കങ്ങളായത്. കടലിൽ പോയിട്ടുള്ള വള്ളങ്ങൾ നിരോധനത്തിന് മുമ്പ് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇൻബോർഡ് വള്ളങ്ങൾക്ക് കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്തും നിബന്ധനകൾ പാലിച്ചുമാണ് മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. 9-ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കും. കടലിലകപ്പെട്ട ബോട്ടുകൾക്ക് മടങ്ങാനും മത്സ്യം വിൽക്കാനുമെല്ലാം സൗകര്യം നൽകും. 900ഓളം മത്സ്യബന്ധന ബോട്ടുകളാണ് ജില്ലയിലുള്ളത്. ഇവയ്ക്ക് ചൊവ്വാഴ്ച രാത്രി 12 മണിക്കകം കരയിലെത്തണമെന്ന് മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും നൽകുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് മെയ് 15-ന് തന്നെ നീണ്ടകരയിൽ കൺട്രോൾ റൂം തുറന്നിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തങ്കശ്ശേരിയിലും അഴീക്കലും 2 കൺട്രോൾ റൂമുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും. ഇവ 24 മണിക്കൂറും പ്രവർത്തിക്കും. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അഴീക്കൽ, നീണ്ടകര, തങ്കശ്ശേരി എന്നിവിടങ്ങളിൽ 3 ബോട്ടുകൾ കൂടി ഫിഷറീസ് വകുപ്പ് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. നിലവിലുള്ള 4 ലൈഫ് ഗാർഡുകൾക്ക് പുറമെ 8 ലൈഫ് ഗാർഡുകളെ കൂടി അധികമായി നിയോഗിക്കും. മറൈൻ എൻഫോഴ്സ്മെന്റിനെ സഹായിക്കാൻ അധികം പോലീസിന്റെ സേവനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികൾ ചവറയിൽ അറസ്റ്റിൽ. വ്യാജരേഖകൾ ഉപയോഗിച്ച് അനധികൃതമായി കുടിയേറിയതിനാണ് അറസ്റ്റ്. പാസ്പോർട്ട്, വിസ എന്നിവയില്ലാതെയും രാജ്യത്ത് അനുമതിയില്ലാതെയും ഇവർ താമസിച്ചു വരികയായിരുന്നു. 10 വർഷം മുമ്പ് കേരളത്തിൽ എത്തിയ ഇവർ ചാലക്കുടി, കരുനാഗപ്പള്ളി, ചവറ എന്നിവിടങ്ങളിലായാണ് താമസിച്ചു വന്നത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. അനധികൃതമായി ഇന്ത്യയിലെത്തി നീണ്ടകരയിൽ താമസിച്ചു വന്ന ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതിമാരെയാണ് ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ധാക്കയിലെ ബഹർഹട്ട് ജില്ലയിൽ ഗുൽഷാഗലി വാർഡ് 4 സ്വദേശി മെലൻ ഖാൻ, ഭാര്യ മുഗൾ ഖണ്ടാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പാസ്പോർട്ട്, വിസ എന്നിവ ഉൾപ്പെടെ നിയമാനുസൃത യാത്രാരേഖകളോ ഇന്ത്യയിൽ താമസിക്കാനുള്ള അനുമതി പത്രമോ ഇവർക്കില്ലായിരുന്നെന്ന് പരിശോധനയിൽ കണ്ടെത്തി. വർഷങ്ങളായി പല സ്ഥലങ്ങളിൽ താമസിച്ച് ആക്രി പെറുക്കി ജീവിച്ചു വരികയായിരുന്നു ഇരുവരും. 10 വർഷം മുമ്പ് കേരളത്തിലെത്തിയ ഇവർ 7 വർഷം ചാലക്കുടിയിലും തുടർന്നുള്ള 3 വർഷം കരുനാഗപ്പള്ളിയിലും ചവറയിലും താമസിച്ചു വരികയായിരുന്നു. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വെള്ളക്കെട്ടിൽ വീണു. ചവറ മടപ്പള്ളിയിലായിരുന്നു സംഭവം.
കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വെള്ളക്കെട്ടിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ചവറ മടപ്പള്ളി കോയിക്കൽ കുളത്തിന് പടിഞ്ഞാറായിരുന്നു സംഭവം. കൊല്ലം പേരൂർ കൊറ്റങ്കര ആസിഫ് മൻസിലിൽ സിയാദും ഭാര്യയും 2 കുട്ടികളുമാണ് കാറിലുണ്ടായിരുന്നത്. തേവലക്കരയിലെ ഭാര്യ വീടും മറ്റൊരു ബന്ധുവീടും സന്ദർശിച്ച ശേഷം കൊല്ലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. ഇടറോഡിൽ നിന്നും കോയിവിള ശങ്കരമംഗലം റോഡിലേക്ക് തിരിയുന്നതിനിടെ വശത്തെ വയലിലെ 3 അടി വെള്ളക്കെട്ടിലേക്ക് കാർ നിയന്ത്രണം വിട്ട് വീഴുകയായിരുന്നു. വെള്ളക്കെട്ടിന് ആഴമുണ്ടെന്ന സംശയത്തിൽ പെട്ടെന്നിവർ പുറത്തിറങ്ങിയില്ല. ആഴമില്ലെന്ന് പറഞ്ഞതോടെ നാട്ടുകാരുടെ സഹായത്തോടെ ഡോർ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങുകയായിരുന്നു. അത് എന്തോ ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഒരു സൗണ്ട് കേട്ടത് അങ്ങനെ കരച്ചിൽ കേൾക്കുന്നു. സൗണ്ട് കേട്ടതുമല്ല. അപ്പം ഞാനിങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ പുറത്തോട്ട് എത്തി നോക്കിയപ്പോൾ ഒരു കാർ ഇങ്ങനെ വയലിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കരച്ചിൽ കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി പുറത്തോട്ട് ഓടി. അപ്പോഴ് ഞാൻ റോഡിൽ ചെന്നിന്ന് ആൾക്കാരെ വിളിച്ചു. അപ്പോൾ ആൾക്കാർ വന്നു. അങ്ങനെ പിന്നെ ഡോറ് തുറന്ന് അപ്പുറത്തെ കടയിലെ ഒരു കൊച്ചു ഓടി വന്ന് പിന്നെ വയലിൽ കൂടെ ഇറങ്ങി ആ ഡോർ തുറന്ന് അവരെ പുറത്തിറക്കി അങ്ങ് റോഡിലോട്ട് കയറ്റി. ഫാമിലി ആയിരുന്നു. 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ആ കൊച്ചിൻ്റെ വീട് പടപ്പനാലിലാന്ന് പറയും. പക്ഷേ കൊല്ലത്തോട്ട് പിന്നെ പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അവർക്കൊന്നും കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തിയവർ. അപ്പുറം അവിടെ നിൽപ്പുണ്ട്, റോഡിലുണ്ടായിരുന്നു. വിളിച്ചവരെ കാലും കൈയും ഒക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി. ആർക്കും പരിക്കില്ല. ചവറ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. രാത്രി വൈകി കാർ പുറത്തെടുത്തു. 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ കുടുംബം സഞ്ചരിച്ച കാർ ഇവിടെ വീണിരുന്നു. അന്നും വെള്ളം കുറവായതിനാൽ യാത്രക്കാർ രക്ഷപ്പെട്ടു. സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ പൊതു ശൗചാലയം തുറന്നു നൽകുന്നത് വൈകുന്നു. 2023 നിർമ്മിച്ച ശൗചാലയമാണ് തുറന്നു നൽകാത്തത്. ഇതിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിലെയും ജിംനേഷ്യത്തിലെയും ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ശൗചാലയത്തിന്റെ ഗേറ്റും പൂട്ടും തകർത്ത നിലയിലാണ്. പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പൊതു ശൗചാലയമാണ് തുറന്നു നൽകാത്തത്. 2023 പൊതു ശൗചാലയം നിർമ്മിച്ചത്. അതിനും 1 വർഷം മുമ്പ് 2022 ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓപ്പൺ ജിംനേഷ്യവും ചിൽഡ്രൻസ് പാർക്കും ഇവിടെ നിർമ്മിച്ചിരുന്നു. ഇവയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ പൊതു ശൗചാലയം നിർമ്മിച്ചത്. ചിൽഡ്രൻസ് പാർക്കിലെ കളി ഉപകരണങ്ങളും ജിംനേഷ്യത്തിലെ ഉപകരണങ്ങളും തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. പൊതു ശൗചാലയത്തിന്റെ ഗേറ്റും പൂട്ടും തകർത്ത നിലയിലുമാണ്. ശൗചാലയത്തിനുള്ളിൽ നായ്ക്കൾ കയറി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ശൗചാലയത്തിലെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികളും പൂർത്തീകരിച്ചിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പൂർണ്ണമായും നിർമ്മാണം പൂർത്തീകരിക്കാതെ നാശം നേരിടുകയാണ്. ലക്ഷങ്ങൾ വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇത്തരത്തിൽ നാശം നേരിടുന്നത്. ജിംനേഷ്യവും ചിൽഡ്രൻസ് പാർക്കും സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പാരമ്പര്യ നാട്ടുവൈദ്യ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫോറം കൊല്ലം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പരമ്പരാഗത വൈദ്യം ചെയ്യുന്ന വിഭാഗത്തിന് പ്രത്യേക കൗൺസിൽ രൂപീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യം ഉന്നയിച്ചു. സംസ്ഥാനത്തെ പാരമ്പര്യ നാട്ടുവൈദ്യന്മാരുടെ തൊഴിൽ സംരക്ഷണത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സർക്കാർ അടിയന്തരമായി സംസ്ഥാന പാരമ്പര്യ നാട്ടുവൈദ്യ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫോറം കൊല്ലം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആയുർവേദ വൈദ്യം, യുനാനി വൈദ്യം, സിദ്ധവൈദ്യം, മർമ്മം വൈദ്യം, വിഷവൈദ്യം, ഒറ്റമൂലി തുടങ്ങി പരമ്പരാഗത വൈദ്യം ചെയ്യുന്ന വിഭാഗത്തിന് പ്രത്യേക കൗൺസിൽ രൂപീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒരു 10-15 ദിവസം ഉദ്ഘാടനം എല്ലാവരുടെ സമയവും നോക്കിയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചുകൂട്ടാൻ ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ വിവരശേഖരണം നടത്താൻ വേണ്ടി ഒരു പ്രസ് മീറ്റിംഗ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ വന്നാണ്. അപ്പോൾ അത് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കണം. എല്ലാ വിഭാഗത്തിലുമുള്ള നാട്ടുവൈദ്യന്മാരെ പങ്കെടുപ്പിച്ച പാരമ്പര്യ നാട്ടുവൈദ്യ സംഗമം സംഘടിപ്പിക്കാനും കൺവെൻഷനിൽ തീരുമാനമായി. കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫോറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് വൈദ്യൻ കുരുവേലിൽ അധ്യക്ഷത വഹിച്ചു. ജയൻ വൈദ്യർ മുഖ്യപ്രഭാഷണം നടത്തി. സുരേന്ദ്രൻ വൈദ്യൻ പാരിപ്പള്ളി, ഗ്രേസിക്കുട്ടി വൈദ്യ കരവാളൂർ, ജയകൃഷ്ണൻ വൈദ്യർ ചന്ദനത്തോപ്പ, രാജൻ വൈദ്യർ പോരേടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പിൽ കിറ്റുകൾ വിതരണം ചെയ്തു. കൊല്ലം ഹോക്കിയും ചവറ IREL-ഉം ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊല്ലം ഹോക്കിയും ചവറ IREL-ഉം ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പിന്റെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ ആരംഭിച്ച സമ്മർ ക്യാമ്പിന് മുൻ ഇന്ത്യൻ ജൂനിയർ കോച്ച് രവിവർമ്മയുടെ നേതൃത്വത്തിലുള്ള പരിശീലക സംഘമാണ് നേതൃത്വം നൽകുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും 150ഓളം പേർ പങ്കെടുത്തു. അപ്പൊ ഹോക്കിയിൽ പുതിയ പുതിയ ഇതിഹാസം രചിക്കാൻ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ നിങ്ങൾ ഈ ക്യാമ്പിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പിലെ അനുഭവങ്ങള്? ഇഷ്ടായ? നന്നായി കളിച്ചോ? എല്ലാം പറഞ്ഞു തന്നോ? ഈ ചില ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്നോ? അപ്പൊ മിടുക്കന്മാരും മിടുക്കികളായി വരില്ലേ? അപ്പൊ നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും കഠിനാധ്വാനം ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഡലുകൾ വാരിക്കൂട്ടി പോകും, ചിലപ്പോൾ ആദ്യം കിട്ടിയില്ല. നിരാശപ്പെടരുത്, നമുക്കുള്ള മെഡല് അവിടെ ഉണ്ട്. ഒരു നാൾ നമ്മുടെ കയ്യിൽ വരിക തന്നെ ചെയ്യും. അതിനെന്ത് വേണം? നന്നായി ശ്രമിക്കണം, പ്രയത്നിക്കണം, സ്വപ്നം കാണണം. സ്വപ്നമൊക്കെ കാണാറുണ്ടോ? അപ്പം മക്കള് നല്ല സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഉറങ്ങുമ്പോൾ മാത്രം കണ്ടാൽ പോരാ, ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ആ സ്വപ്നത്തിന്റെ പിന്നാലെ ആയിരിക്കണം. നമ്മൾ ഇഷ്ടത്തിന്റെ സ്വപ്നത്തിന്റെ അതിന്റെ പിന്നാലെ ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിതമായി പോയാൽ ലോകം മുഴുവൻ നമ്മുടെ ഒപ്പം അതിനുവേണ്ടി നിൽക്കും. അപ്പൊ എല്ലാ മക്കളും നല്ല നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലം ഹോക്കി പ്രസിഡന്റ് G രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് X ഏണസ്റ്റ്, IREL ജനറൽ മാനേജർ NS അജിത്ത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ, സെക്രട്ടറി V ശ്രീകുമാരി, കൊല്ലം ഹോക്കി സെക്രട്ടറി MJ മനോജ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇന്നസെന്റ് ബോസ്, ജോയിന്റ് സെക്രട്ടറി അജയകുമാർ, ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനമാണ് ആവശ്യം ഉന്നയിച്ചത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മുൻ MLA M നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സമരമുഖത്ത് നഴ്സുമാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് സംഘടിത ശക്തി പകരേണ്ടത് ഓരോ നഴ്സുമാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചൂഷണം നേരിട്ട കാലഘട്ടത്തിൽ നിന്നും നഴ്സുമാർ ഇന്ന് മുഖ്യധാരയിലേക്ക് എത്തിയത് സംഘടിതമായതിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണ്. കുറ്റങ്ങൾ നമ്മളെല്ലാം തികഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മന്ത്രി എന്താ പറഞ്ഞ? ഈ ആരോഗ്യ മേഖല ആർക്ക് കൊടുക്കാൻ പോവുക? ഇപ്പൊ 1-ാം തീയതി ശമ്പളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. സ്വകാര്യവൽക്കരിച്ചാലോ? സൗകര്യമുള്ളപ്പോ തരും അല്ലേ? അതാ ഞാൻ പറഞ്ഞ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല. അത് മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. പുതിയ വാദങ്ങളാണ്. പണ്ട് സ്കൂളുകൾ വിൽക്കുന്നതിനും അല്ലേ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അതേ വാദം ഇപ്പൊ ഉയർത്തി കഴിഞ്ഞു. മുൻകൂട്ടി ഉയർത്തുകയാണ്. പിന്നെ മോഡിഫിക്കേഷൻ. ഞാൻ പറഞ്ഞ നമ്മളെ ജംസി കുട്ടികളെ ആകർഷിച്ചതാണ്. കാരണം വേറൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തണമെന്നൊന്നുമില്ലല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ കാര്യം കാണാൻ എന്ത് പിടിക്കണം? യഥാർത്ഥത്തിൽ കേരളത്തിലെ ജംസികളെ കഴുതകളാക്കി കാര്യം കണ്ടതല്ലേ ഇവര് അല്ലേ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കാം എന്നൊരു ചൊല്ല് നമുക്കില്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ വലിയ തമാശയാണ്. ആ ഉത്തരവിൽ തന്നെ സ്റ്റിയറിംഗിന് കവറിടാം, കാറിനകത്ത് മാറ്റിടാം അല്ലേ? എന്തൊരു പരിഹാസ്യമാണ്. ഇതൊന്നും നേരത്തെ ചെയ്യാവുന്നതല്ലേ? പിന്നെ കളിയാക്കിയ ആൾക്കാർ പറയുന്ന കണക്ക് അല്ലേ, പഞ്ചറായാൽ ഒട്ടിക്കാം, ടയർ പഞ്ചറായാലും. ഞാൻ പറഞ്ഞ എത്രയോ കേരളത്തിലെ ജനങ്ങളെ പരിഹാസ്യരാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ നടപ്പാക്കുക, ആശുപത്രിയിൽ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി സുരക്ഷ ഉറപ്പാക്കുക, ഹെൽത്ത് സംവിധാനം എല്ലാ സർക്കാർ ആശുപത്രികളിലും നടപ്പാക്കുക, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 4 നഴ്സുമാരുടെ സേവനം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AA ഹമീദ്, ജില്ലാ സെക്രട്ടറി B സുജിത്ത്, യൂണിറ്റ് സെക്രട്ടറി
സൂര്യനാരായണമൂർത്തി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രേഖകൾ ഇല്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപ പിടികൂടി. ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി ഗോവിന്ദരാജുവിനെ പുനലൂർ RPF പിടികൂടി. ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപ പിടികൂടിയത്. റെയിൽവേ SP-യുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത്. അനധികൃതമായി പണം കൈവശം വെച്ചതിന് തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജുവിനെ പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട റെയിൽവേ SP-യുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ സർപ്രൈസ് ചെക്കിംഗ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജു എന്ന ആളുടെ കയ്യിൽ നിന്ന് ഇല്ലീഗൽ മണിയായ 18,62,500 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്നും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ ചെക്കിംഗ് പുനലൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. അതുമാത്രമല്ല, ഈ മണിയുടെ സോഴ്സിനെ പറ്റി ഞങ്ങളാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സോഴ്സിനെ പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CDR ഒക്കെ എടുത്ത് വെരിഫൈ ചെയ്ത് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ ഉറവിടം പോലീസിന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും പിടികൂടിയ പണത്തിന്റെ ഉറവിടം ഉടനടി കണ്ടെത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പുതിയ കോഴ്സ് ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ജീവിതവും ദർശനവും എന്ന ഡിപ്ലോമ കോഴ്സാണ് ആരംഭിച്ചത്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പുതിയ കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലാണ് പുതിയ കോഴ്സ് ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരു ജീവിതവും ദർശനവും എന്ന പേരിലുള്ള ഡിപ്ലോമ കോഴ്സാണ് ആരംഭിച്ചത്. കോഴ്സിന്റെ ഉദ്ഘാടനം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിർവഹിച്ചു. അതിന് ഒരിക്കലും പ്രാദേശികമായ ഒരു നിറം കൊടുക്കാൻ പാടില്ല. ഗുരു കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായകനാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ നവോത്ഥാന നായകനാണ്, അതല്ലെങ്കിൽ ഒരു സമുദായത്തെ സമുദ്ധരിച്ച മഹാനാണ്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥമായ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഗുരുവിനെ കുറിച്ച് സമഗ്രമായ ഒരു പഠനമാണ് ആവശ്യമായിരുന്നത്. ഈ കോഴ്സിൽ അങ്ങനെ സമഗ്രമായ പഠനം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. സമഗ്രമായ പഠനം എന്ന് പറഞ്ഞാൽ ഗുരു 73 വർഷമാണ് ഇവിടെ ജീവിച്ചത്. ഗുരുവിൻ്റേതായി സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലായി ഏതാണ്ട് 75ഓളം കൃതികൾ ഇപ്പോൾ പ്രസിദ്ധീകൃതമായി. ഈ കൃതികളെ ഗുരുവിൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് പഠിക്കുകയാണ് ഗുരുവിൻ്റെ സ്വരൂപത്തെ അവധാരണം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മാർഗം. ക്രിസ്തുവിനെ നമ്മൾ അറിയണമെങ്കിൽ ബൈബിൾ പഠിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബിയെ അറിയണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 30% ഇന്റേണൽ മാർക്കും 70% സെമസ്റ്റർ പരീക്ഷാ മാർക്കും അടിസ്ഥാനമാക്കിയാണ് മൂല്യനിർണ്ണയം. വൈസ് ചാൻസലർ ഡോക്ടർ PV ജഗതിരാജ് അധ്യക്ഷത വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ G സുഗുണൻ, VP പ്രശാന്ത, ഡോക്ടർ A ബാലകൃഷ്ണൻ, ഡോക്ടർ C ഉദയകല, ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ഡയറക്ടർ സോഫിയ രാജൻ, രജിസ്ട്രാർ അഭിലാഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനംതിട്ട കലഞ്ഞൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. ശിവകാശി സ്വദേശികളായ സുന്ദർ രാജ്, മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് അനധികൃതമായി കുടിയേറി. ബംഗ്ലാദേശ് സ്വദേശികളായ ദമ്പതികൾ ചവറയിൽ അറസ്റ്റിൽ. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ട്രോളിംഗ് നിരോധനത്തിന് മുന്നൊരുക്കമായി. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ ട്രോളിംഗ് നിരോധന കാലത്ത് ഏകോപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.